ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള നന്മയ്ക്കുള്ള സുപ്രധാന വേദിയാണ് ബിംസ്റ്റെക് കൂട്ടായ്മയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ 1 മണിവരെ നിർത്തിവെച്ചു. വഖഫ് ഭേദഗതി ബിൽ 2025 പാർലമെന്റിന്റെ അംഗീകാരം. സാമൂഹിക നീതിയും സുതാര്യതയും ബിൽ ഉറപ്പുവരുത്തുന്നതായി പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ആശാപ്രവർത്തകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം 16ാം ദിവസത്തിലേക്ക്. ആശമാരുമായി ഇന്ന് ചർച്ചയില്ല. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോള നന്മ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രധാന വേദിയാണ് ബിംസ്റ്റെക് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കോക്കിൽ നടന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന 21 കർമ്മ പദ്ധതിയും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബിംസ്റ്റെക് രാജ്യങ്ങൾക്കിടയിൽ വ്യവസായ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും പ്രാദേശിക കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തണമെന്നും ശ്രീ മോദി പറഞ്ഞു. എല്ലാ വർഷവും ബിംസ്റ്റെക് വ്യവസായ ഉച്ചകോടി നടത്താനും ബിംസ്റ്റെക് ചേംബർ ഓഫ് കൊമേഴ്സ് സ്ഥാപിക്കാനുമുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ അംഗരാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ബാങ്കോക്ക് വിഷൻ 2030 പ്രമേയത്തിന് ഉച്ചകോടി ഇന്ന് അംഗീകാരം നൽകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി തായ്ലൻഡിലെത്തിയ ശ്രീ മോദി തായ് പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തായ്ലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീലങ്കയിലെത്തും. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യയുടെ പിന്തുണയോടെ ശ്രീലങ്കയിൽ നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾക്ക് 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ശ്രീ മോദി തുടക്കം കുറിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ 1 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വിവിധ വിഷയങ്ങൾ ഉയർത്തി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തി. ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരം തീരുവ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷ പ്രതിഷേധം. തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച സമ്മേളനം വീണ്ടും ആരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പശ്ചിമ ബംഗാളിലെ അധ്യാപക നിയമന വിഷയം ഭരണപക്ഷ അംഗങ്ങൾ രാജ്യസഭയിൽ ഉന്നയിച്ചതോടെയാണ് സഭയിൽ ബഹളം ആരംഭിച്ചത്. തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും ചേർന്നെങ്കിലും ബഹളം തുടർന്നതിനാൽ വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. വഖഫ് ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. രാജ്യസഭയിൽ ഇന്നലെ അവതരിപ്പിച്ച ബിൽ 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് പാസാക്കിയത്. 128 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 95 എംപിമാർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭ കഴിഞ്ഞ ദിവസം ബിൽ പാസാക്കിയിരുന്നു. രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ബില്ല് നിയമമായി മാറും. വഖഫ് സ്വത്തുവകകളുടെ പരിപാലനത്തിനൊപ്പം സാമൂഹ്യക്ഷേമവും ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണവും ബിൽ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ട കോടിക്കണക്കിന് പേർക്ക് ബിൽ ഉപകാരപ്രദമാകുമെന്നും മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് 3 പേർ മാത്രമേ വഖഫ് ബോർഡിൽ ഉണ്ടാകൂ എന്നും മന്ത്രി വ്യക്തമാക്കി. भारत का जो सरकार है, किसी को धर्म के आधार पर तो आप अपना काम नहीं कर सकते. भारतीय नागरिक होने के नाते सबको एक दृष्टिकोण से हमको दिखना होता है, सबको बराबर दिखना होता है. जब मोदी जी ने कह दिया कि सबका साथ सबका विकास, वही तो संविधान का स्पिरिट है. പ്രതിപക്ഷം ബില്ലിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നു. ഭരണഘടനാ വിരുദ്ധമായ ബിൽ പിൻവലിക്കണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. 1923 മുസൽമാൻ വഖഫ് നിയമം റദ്ദാക്കുന്ന ബില്ലിനും പാർലമെന്റ് അംഗീകാരം നൽകി. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലും മുസൽമാൻ വഖഫ് റദ്ദാക്കൽ ബില്ലും സാമൂഹിക സാമ്പത്തിക നീതി, സുതാര്യത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നിവ ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചകളിൽ പങ്കെടുക്കുകയും നിയമനിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിൽ സംഭാവന നൽകുകയും ചെയ്ത എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ നന്ദി പറഞ്ഞു. സുതാര്യത ഉറപ്പാക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബിൽ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയ ചരിത്രപരമായ നടപടിയിലൂടെ നീതിയുടെയും സമത്വത്തിന്റെയും ഒരു യുഗത്തിന് തുടക്കമായതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വഖഫ് ബോർഡും വഖഫ് സ്വത്തുക്കളും കൂടുതൽ സുതാര്യമാകുമെന്നും മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുനമ്പം വിഷയത്തിൽ ബിൽ പ്രയോജനപ്പെടുമെന്നും ഇതിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു.
മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രമേയത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. കഴിഞ്ഞ നവംബർ മുതൽ മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അദ്ദേഹം തള്ളി. ഫെബ്രുവരി 13-നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ചർച്ച നടത്തില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ചർച്ചയും സമവായമാകാതെ പിരിയുകയായിരുന്നു. ആശാ വർക്കർമാരുടെ പ്രശ്നം പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് സമരക്കാരിൽ നിന്നും അഭിപ്രായം തേടിയിട്ടുണ്ടെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട്. പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ആശാ വർക്കർമാരുടെ ആവശ്യം. എന്നാൽ കമ്മീഷനെ നിയോഗിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം. പ്രശ്നപരിഹാരത്തിനായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ വേതന പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കമ്മീഷനെ നിയോഗിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. മന്ത്രി വീണ ജോർജ് ആശാ വർക്കർമാരും CITU INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായാണ് ഇന്നലെ ചർച്ച നടത്തിയത്. എന്നാൽ സർക്കാരിന്റെ നിർദ്ദേശം ആശാ വർക്കർമാർ അംഗീകരിച്ചിരുന്നില്ല. അതേസമയം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 54-ാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം 16-ാം ദിവസത്തിലേക്കും കടന്നു. വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലേക്ക് സമ്മതപത്രം കൈമാറാനുള്ളത് 4 പേർ മാത്രം. രണ്ടാംഘട്ട 2A 2Bയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സമ്മതപത്രം നൽകുന്നതിനുള്ള അവസാന ദിവസമായ ഇന്നലെ 20 പേരാണ് സമ്മതപത്രം കൈമാറിയത്. ഒന്നാംഘട്ട ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 242 പേർ സമ്മതപത്രം നൽകിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാന പരിഹാരങ്ങളെ പ്രാദേശിക വികസന പദ്ധതികളുടെ ഭാഗമാക്കുന്നത് സംബന്ധിച്ച് നീതി ആയോഗ് ന്യൂഡൽഹിയിൽ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഗ്രാമപഞ്ചായത്തുകളെ സജ്ജീകരിക്കേണ്ടതിന്റെ ആവശ്യകത ശില്പശാലയിൽ ചർച്ച ചെയ്തു. മുതിർന്ന ബോളിവുഡ് നടനും സംവിധായകനുമായ മനോജ് കുമാർ മുംബൈയിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. പത്മശ്രീ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം ദേശസ്നേഹം നിറഞ്ഞ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിലൂടെ ഭരത് കുമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഉപകർ, പുരബ് ഔർ പശ്ചിം, ക്രാന്തി തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. മനോജ് കുമാറിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ലക്നൌവിൽ ഇന്ന് രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 80 റൺസിന് പരാജയപ്പെടുത്തി. യുഎസിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യൻ ഓഹരി സൂചികകളിലും നഷ്ടം. സെൻസെക്സ് 798 പോയിന്റ് നഷ്ടത്തിൽ 75,496-ലും നിഫ്റ്റി 297 പോയിന്റ് ഇടിഞ്ഞ് 22,952-ലും വ്യാപാരം തുടരുകയാണ്. അതേസമയം സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 8,400 രൂപയും പവന് 1,280 രൂപ കുറഞ്ഞ് 67,200 രൂപയുമാണ് ഇന്നത്തെ വില. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 20% നികുതി ഉൾപ്പെടെ ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തിയതിനെ ശക്തമായി വിമർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. പുതിയ തീരുവകൾ അന്യായവും യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തീരുവകൾ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് വ്യക്തത തരുന്നതുവരെ USലെ നിക്ഷേപങ്ങൾ നിർത്തിവെക്കാൻ മാക്രോൺ ഫ്രഞ്ച് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2023-ൽ നിർമ്മിത ബുദ്ധി രംഗത്ത് ഗണ്യമായ സ്വകാര്യ നിക്ഷേപം നടത്തിയ രാജ്യങ്ങളിൽ 10ാം സ്ഥാനത്തെത്തി ഇന്ത്യ. UN ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ 2024-ൽ മുൻനിര സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താൻ സജ്ജരായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 36-ാം സ്ഥാനത്തുമെത്തി. 2022-ൽ 48-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. നിർമ്മിത ബുദ്ധി രംഗത്തെ സ്വകാര്യ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ US ആണ് ലോകത്ത് ഒന്നാമത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള നന്മയ്ക്കുള്ള സുപ്രധാന വേദിയാണ് ബിംസ്റ്റെക് കൂട്ടായ്മയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ 1 മണിവരെ നിർത്തിവച്ചു. വഖഫ് ഭേദഗതി ബിൽ 2025-ന് പാർലമെന്റിന്റെ അംഗീകാരം. സാമൂഹിക നീതിയും സുതാര്യതയും ബിൽ ഉറപ്പുവരുത്തുന്നതായി പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ആശാപ്രവർത്തകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം 16-ാം ദിവസത്തിലേക്ക്. ആശമാരുമായി ഇന്ന് ചർച്ചയില്ല. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.